ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അതുപോലെ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഫോണുമേലൊക്കെ നോക്കിയിരുന്ന് 6:30 ആകുമ്പോൾ അടുക്കളയിൽ വന്ന് ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ വെള്ളപ്പയർ വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിനകത്ത് കഴുകിയിട്ടെടുത്ത് ഒരടുപ്പത്തിന് ചോറും ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ ചായയൊക്കെ ഒന്ന് കുടിച്ച് വരട്ടെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വന്ന് ഞാൻ പിന്നെ ഫ്രിഡ്ജിനകത്ത് ചെറിയൊരു പീസ് മത്തത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ അതും മത്തത്തിൻ്റെ പയറിൻ്റെ കൂടെ അങ്ങോട്ട് വേവിക്കാലോ എന്ന് വിചാരിച്ചേന്. അങ്ങനെ പയർ വെന്തതിന് ശേഷം ഞാൻ ആ കുക്കറിനകത്ത് ഈ മത്തനും കൂടെ അങ്ങോട്ട് വേവിച്ചെടുത്ത് അതിനകത്തേക്ക് കുറച്ച് നാളികേരൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ചതച്ചെടുക്കാമല്ലോ. എന്നാൽ പിന്നെ ഈ പയറിനകത്തിട്ടാൽ അത് മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ. പിന്നെ ഇവൾമാർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ പയർ വർഗ്ഗം, കടല, പയർ, ചെറുപയർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരങ്ങ് കഴിച്ചോളും. അതിനകത്തേക്ക് ചെറിയ ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അങ്ങനെ ഈ പയറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇനി താളിച്ചെടുക്കണം. കുറച്ച് മസാല മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ഒന്നിട്ട് താളിച്ചെടുത്ത് പിന്നെ വേഗം പൊട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. മുറ്റമൊക്കെ ഒന്ന് തൂത്ത് കയറട്ടെ എന്ന് വിചാരിച്ച്. ചില ദിവസം നമുക്ക് ജോലിയെടുക്കാൻ ഭയങ്കര ആക്റ്റീവായിട്ട് എടുക്കും, ചിലന്ന് ഭയങ്കര മടിയാണ്. ഈ ചൂലുകൊണ്ട് തൂത്ത പെട്ടെന്ന് പുല്ലങ്ങ് കിളിച്ച് വരും. തൂക്കാനൊക്കെ പെട്ടെന്നുണ്ട്. പിന്നെ കുറച്ച് ബോട്ടി ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങ് വെള്ളത്തിലിട്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ കുതിർന്നു. പിന്നെ അതും കൂടെ അങ്ങ് കുക്കറിനകത്തിട്ട് വെച്ചാലേ നല്ലപോലെ അതങ്ങ് തേച്ച് കഴുകിയെടുത്ത് അതിനകത്തേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത്. ഇവരാരും ഇത് കഴിക്കത്തില്ല, ഇക്കായും പിള്ളേർക്കും പറ്റൂല, ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കണ്ട വെക്കുന്ന ഉള്ളിയും തക്കാളിയൊന്നും ഇടുന്നില്ല. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചായിരുന്നു. അതും കറിവേപ്പിൻ്റെ ഈ മസാലക്കൂട്ടും ഇനി അതിനകത്തേക്ക് ജീരകവും കുരുമുളകും പൊടിയിട്ട് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കൈ വെച്ച് തിരുമ്മിയെടുത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം തിളച്ച് പോകണേന് ഞാൻ ഈ തവി വെച്ച് അത് വെച്ചാലും നല്ലപോലെ തിളച്ച് പോകും. ബോട്ടിക്കായ തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ തന്നെ വെള്ളം അങ്ങ് പൊങ്ങി വരുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ ചിക്കാണ്ട് തന്നെ അതൊക്കെ ചിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴക്കോള് വരുന്നുണ്ട്. ഇട്ടത് പണിയാവുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് തന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ അകത്ത് കയറി അകൊക്കെ ഒന്ന് തൂത്ത് വാരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവൾമാർ പോവാതെ ഞാൻ തൂത്ത് വാരിയിട്ട് കാര്യമല്ല, അവർ പുറത്തിറങ്ങും, കയറി ഇറങ്ങി നടക്കും. അവർക്ക് പോവാൻ സമയമായി, വണ്ടി വരാനൊക്കെ ആയിട്ടുണ്ട്. അവർ പോവാതെ ഇവിടെ തൂത്തിട്ട് കാര്യമല്ല. ഇക്ക പോവാൻ ഇറങ്ങിയപ്പോൾ ഇക്കയുടെ പുറകെ കയറി ഞങ്ങൾ പാപ്പി 2 റൗണ്ട് ഒന്ന് ചുറ്റിച്ചതാണ്. അങ്ങനെ പിന്നെ അവരെ വണ്ടി വന്ന് അവർക്ക് പോകാൻ സമയമായി. അവർ പോയിട്ട് വേണം ഇനി അകത്തുള്ള ജോലിയൊക്കെ ഒന്ന് തീർക്കാൻ. അവർ പോയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ റൂമിലും ഒന്ന് പറക്കിയെടുക്കാനുണ്ടാവും. ഡ്രസ്സായിട്ടും തോർത്തായിട്ടും ചീപ്പായിട്ടും എല്ലാം 4 ഭാഗത്തു കൂടെ വലിച്ചിട്ട് എറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അത് വെക്കേണ്ട സ്ഥാനത്തൊക്കെ വെച്ച് ക്ലീനാക്കി തൂത്ത് വാരി കുറച്ച് തുണി മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ കുളി ഇതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ബീഫൊക്കെ ഒന്ന് വറുത്തെടുത്ത്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് പറ്റിച്ചെടുത്ത്
പിന്നെ ചീനി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ചീനിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കൊണ്ടിട്ട് വരാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അടുത്ത വീഡിയോ ആയിട്ട് വരാം.